ഒരു രാജ്യത്തെ മുഴുവൻ വിറപ്പിച്ച ഒരു പത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ കുറഞ്ഞ കാലം മാത്രമേ ആ പത്രം പുറത്തിറങ്ങിയുള്ളൂ, പക്ഷേ അതിന്റെ സ്വാധീനം വളരെ വലുതായിരുന്നു. അതെ, ഇത് സ്വദേശാഭിമാനിയുടെ കഥയാണ്. നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ കഥയുടെ തുടക്കം വക്കം മൗലവി എന്ന മനുഷ്യനിൽ നിന്നാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തിരുവിതാംകൂറിലെ അറിയപ്പെടുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. അന്നത്തെ സമൂഹത്തിലെ അഴിമതിക്കെതിരെ പോരാടാനും സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾക്കുവേണ്ടി ശബ്ദമുയർത്താനും ശക്തമായൊരു മാധ്യമം വേണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെയാണ് സ്വദേശാഭിമാനി എന്ന ആശയം ജനിക്കുന്നത്. വെറുമൊരു വാചകമായിട്ടിതിനെ കാണരുത്. 1905 ജാനുവരി 19 പത്രത്തിന്റെ ആദ്യത്തെ ലക്കത്തിൽ തന്നെ അവർ ധൈര്യപൂർവ്വം പ്രഖ്യാപിച്ച ഒരു നിലപാടായിരുന്നു ഇത്. അതായത്, തുടക്കം മുതൽക്കേ സ്വദേശാഭിമാനി ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് വളരെ വ്യക്തമായിരുന്നു. ശരി, അപ്പോ എങ്ങനെയാണ് ഈ പത്രം തുടങ്ങിയത്? അതിന്റെ പിന്നിലെ ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇതൊരു ചെറിയ കാര്യമായിരുന്നില്ല കേട്ടോ. ആലോചിച്ചു നോക്കൂ, അക്കാലത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് ഏറ്റവും പുതിയ ഒരു പ്രിന്റിംഗ് പ്രസ് നേരിട്ട് ഇറക്കുമതി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് പണവും പ്രയത്നവും വേണം. ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടി അദ്ദേഹം എത്രത്തോളം ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇനി നമുക്ക് കഥയുടെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് പോകാം. സ്വദേശാഭിമാനി അതിന്റെ ശക്തവും നിർഭയവുമായ ശബ്ദം കണ്ടെത്തിയ ആ ഒരു കാലഘട്ടത്തിലേക്ക്. ആ പേര് തന്നെയുണ്ട് അതിന്റെ എല്ലാമെല്ലാം, അല്ലേ? സ്വദേശാഭിമാനി, അതായത് രാജ്യസ്നേഹി. രാജ്യത്തോടുള്ള സ്നേഹവും സാധാരണ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുമായിരുന്നു അതിന്റെ അടിസ്ഥാനം. അങ്ങനെയിരിക്കെയാണ് കഥയിലേക്ക് ഒരാൾ കൂടി വരുന്നത്, രാമകൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ വരവോടെ പത്രത്തിന്റെ സ്വഭാവം തന്നെ മാറി. ഭരണകൂടത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ കടുത്ത വിമർശനങ്ങളിലൂടെ സ്വദേശാഭിമാനി നാടാകെ അറിയപ്പെടാൻ തുടങ്ങി. ഇതൊരു ഗംഭീര കോമ്പിനേഷനായിരുന്നു. വക്കം മൗലവിയുടെ കാഴ്ചപ്പാടും രാമകൃഷ്ണപിള്ളയുടെ ശബ്ദവും. മൗലവി തന്റെ എഡിറ്റർക്ക് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം കൊടുത്തു. അതായത്, എന്തു വേണമെങ്കിലും എഴുതാം, ആരെയും പേടിക്കേണ്ട. ഈയൊരു സ്വാതന്ത്ര്യമാണ് അന്നത്തെ ദിവാനായിരുന്ന പി രാജഗോപാലാചാരിയെയും നാട്ടുരാജ്യഭരണത്തെയും നിർഭയം വിമർശിക്കാൻ പിള്ളയ്ക്ക് ധൈര്യം നൽകിയത്. അപ്പോ ആരെയാണ് സ്വദേശാഭിമാനി ലക്ഷ്യം വെച്ചത്? സമൂഹത്തിലെ വലിയ തിന്മകളെ തന്നെ. അഴിമതി, സ്വജനപക്ഷപാതം, പിന്നെ സർക്കാർ ഓഫീസുകളിലെ മെല്ലെപ്പോക്ക്, ഇതെല്ലാം അവർ തുറന്നുകാട്ടി. പോരാത്തതിന് അന്ന് ഏറ്റവും ശക്തരായിരുന്ന ദിവാനെയും നാട്ടുരാജ്യഭരണത്തെയും അവർ വെറുതെ വിട്ടില്ല. സ്വാഭാവികമായും ഇത് അധികാരികളെ ശരിക്കും ചൊടിപ്പിച്ചു. പക്ഷേ ഇങ്ങനെ നിർഭയമായി സത്യം വിളിച്ചു പറയുമ്പോൾ അതിനൊരു വില കൊടുക്കേണ്ടി വരില്ലേ? കഥ അതിന്റെ ഏറ്റവും നാടകീയമായ നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ തീയതി ഓർത്തുവെച്ചോളൂ, 1910 സെപ്റ്റംബർ 26. ആ ദിവസമാണ് എല്ലാം മാറിമറിഞ്ഞത്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഒരു രാജകീയ വിളംബരത്തിലൂടെ സർക്കാർ നടപടി തുടങ്ങി. ആദ്യം പോലീസ് ഒന്ന് പ്രസ് പൂട്ടി. പിന്നെ വക്കം മൗലവി ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ അച്ചടിയന്ത്രം പിടിച്ചെടുത്തു. രാമകൃഷ്ണപിള്ളയെ അറസ്റ്റ് ചെയ്തു. ഒടുവിൽ തിരുവിതാംകൂറിൽ നിന്ന് നാടുകടത്തുകയും ചെയ്തു. ഒറ്റ ദിവസം കൊണ്ട് സ്വദേശാഭിമാനി അവർ നിശ്ശബ്ദമാക്കി. പക്ഷേ ഒരു പത്രം നിരോധിച്ചതുകൊണ്ട് ആ ആശയത്തെ ഇല്ലാതാക്കാൻ പറ്റുമോ? ഇല്ല. സ്വദേശാഭിമാനിയുടെ കഥ 1910 തീർന്നില്ല. അതിന്റെ പ്രതിധ്വനി പിന്നെയും പതിറ്റാണ്ടുകളോളം കേൾക്കാമായിരുന്നു. ഈ ടൈംലൈൻ നോക്കൂ, ഇതിൽ ആ കഥയുടെ ബാക്കി മുഴുവനുണ്ട്. 1910 നിരോധിച്ചെങ്കിലും പിന്നീട് സ്വാതന്ത്ര്യ സമരസേനാനികൾ ആ പേരിൽ പത്രം പുനരാരംഭിച്ചു. അതിനും പതിറ്റാണ്ടുകൾക്ക് ശേഷം 1957 കേരള സർക്കാർ ആ പിടിച്ചെടുത്ത പ്രസ് വക്കം മൗലവിയുടെ കുടുംബത്തിന് തിരികെ നൽകാൻ തീരുമാനിച്ചു. ഇതൊരു സാധാരണ സംഭവമായിരുന്നില്ല. ഒരു പുതിയ ജനാധിപത്യ സർക്കാർ പഴയ രാജഭരണം ചെയ്ത ഒരു തെറ്റ് തിരുത്തുകയായിരുന്നു. നീതിയുടെ പ്രതീകാത്മകമായ ഒരു വിജയം. പക്ഷേ ആ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ വക്കം മൗലവി ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല എന്നത് ഒരു നൊമ്പരമാണ്. അപ്പോ സ്വദേശാഭിമാനിയുടെ ഈ ചരിത്രകഥ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പ്രധാന ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. എന്താണ് ഒരു സ്വതന്ത്ര മാധ്യമത്തിന്റെ യഥാർത്ഥ വില? ഈ പഴയ കഥയിൽ നിന്ന് ഇന്നത്തെ കാലത്തേക്ക് നമുക്കെന്താണ് പഠിക്കാനുള്ളത്? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.